ഹലോ എവരിബഡി, ഞാൻ റിസ സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ മോമോസ്. ചിക്കൻ മോമോസ് ആസാം, സിക്കിം, നേപ്പാൾ എന്നീ സ്ഥലങ്ങളിലുള്ളവരുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. പക്ഷേ ഇപ്പോൾ അത് ഓൾ ഓവർ ഇന്ത്യ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഡിഷാണ്. ഇതിനുള്ള ചേരുവകൾ എന്തെല്ലാമാണെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. മോമോസ് ഉണ്ടാക്കുന്നതിന് 3 സ്റ്റെപ്പുണ്ട്. ആദ്യം നമുക്ക് ഇതിനുള്ള ഡൗ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 100 ഗ്രാം മൈദ, ഒരു പിഞ്ച് സോൾട്ട്, കുറച്ച് വെള്ളം. അപ്പോൾ നമുക്ക് ഡൗ ഉണ്ടാക്കാം. ഉപ്പ് ഇതിലേക്കിട്ടു. വെള്ളം കുറച്ച് ഒഴിച്ച് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ. ഡൗ ഒത്തിരി ലൂസായി പോകരുത്. ഇതായിട്ടുണ്ട്. നമുക്ക് ഒരു 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെക്കാം. ഞാൻ ഗോതമ്പ് പൊടി ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ സാധാരണ ഗോതമ്പ് പൊടി കൊണ്ടാണ് മോമോസ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഒതൻറ്റിക് ആയിട്ടുള്ള മോമോസ് മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് രണ്ടും ഉണ്ടാക്കി കാണിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് മോമോസിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് എന്തെല്ലാം വേണമെന്ന് നോക്കാം. ഇത് 300 ഗ്രാം ബോൺലെസ് ചിക്കൻ. ഇത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് സ്പ്രിംഗ് ഒനിയൻ ലീവ്സ്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇടേണ്ട ആവശ്യമില്ല. ഇത് സ്പ്രിംഗ് ഒനിയൻ നിങ്ങൾക്കില്ലെങ്കിൽ സ്പ്രിംഗ് ഒനിയന് പകരം നിങ്ങൾക്ക് നോർമൽ സവോള ഉപയോഗിക്കാം, ഒരു വലിയ സവോള. ഇത് മല്ലിയില കട്ട് ചെയ്തത്. ഇത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇത് 15 ചെറിയ വെളുത്തുള്ളിയുടെ അല്ലി അരിഞ്ഞത്. ഇത് ഒരു പച്ചമുളക് അരിഞ്ഞത്. ഇത് സോയാ സോസ്, 1/2 ടീസ്പൂൺ സോയാ സോസ്. ഇത് 1 ടീസ്പൂൺ വിനീഗർ. ആദ്യം നമുക്ക് ഈ ചിക്കൻ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് അതിൻ്റെ കീമ ആക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. ചിക്കൻ ഞാൻ ഗ്രൈൻഡ് ചെയ്തു. ഇതിലേക്ക് ഞാൻ സ്പ്രിംഗ് ഒനിയൻ ബൾബ് ഇടുന്നു. സ്പ്രിംഗ് ഒനിയൻ ലീവ്സ് ഇടുന്നു. മല്ലിയില കട്ട് ചെയ്ത് വെച്ചിടുന്നു. സ്പ്രിംഗ് ഒനിയൻ ബൾബ് 1 കപ്പും ലീവ്സ് 1/2 കപ്പും ധനിയാപ്പത്ത 1 പിടി. ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളതിടാം. ഇതിലേക്ക് നമ്മൾ ഉപ്പിടുന്നു, കുരുമുളക് പൊടി ഇടുന്നു, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഇടുന്നു, 1 പച്ചമുളക് അരിഞ്ഞു വെച്ചത് ഇടുന്നു, സോയാ സോസ് ഒഴിക്കുന്നു, വിനീഗർ ഒഴിക്കുന്നു, നല്ലപോലെ മിക്സ് ചെയ്യുന്നു. ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫില്ല് ചെയ്യാനുള്ള ബേസ് ഉണ്ടാക്കാം. ചെറിയ പൂരി പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം, കനം കുറച്ച്. ഇതിൻ്റെ പരുവ് ഇതായിരിക്കണം. നമുക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ ഒരു ഉരുളയെടുക്കാം. നമുക്കൊന്ന് പരത്തിയെടുക്കാം. എത്ര കട്ടി കുറയ്ക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ കട്ടി കുറയ്ക്കണം. ഇതിൻ്റെ നടുക്ക് ഇച്ചിരി കട്ടി ഇരുന്നാലും സാരമില്ല. പക്ഷേ ഇതിൻ്റെ അരിക് ശരിക്കും നമ്മൾ കട്ടി കുറയ്ക്കണം. ഇതിൻ്റെ നല്ലൊരു ഷേപ്പ് വരാനായിട്ട് നിങ്ങൾക്ക് ഒരു കട്ടോരി എടുത്തിട്ട് ഇതിൻ്റെ നടുഭാഗം എടുക്കുക. എന്നിട്ട് ഇതൊന്നുകൂടെ പരത്തിയെടുക്കുക. സൈഡിൻ്റെ കട്ടി നമുക്ക് കുറച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ഈ ചിക്കന് വയ്ക്കുന്നു. അതിനുശേഷം ഇതെടുത്ത് ഇങ്ങനെ ഫ്ലീറ്റ്സ് ഉണ്ടാക്കുക.
പകുതി പ്ലീറ്റ്സ് ഇങ്ങനെ ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ സൈഡിലേക്ക് നമുക്ക് ഉണ്ടാക്കാം. അറ്റമായി കഴിയുമ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടിട്ട് ഇങ്ങനെയൊന്ന് ടേൺ ചെയ്യുക. നമ്മുടെ ഒരു മോമോ ആയി കഴിഞ്ഞു. ഇനി വേറൊരു ഷേപ്പ് കൂടെ കാണിച്ചു തരാം. നമ്മളെപ്പോഴും വെക്കുമ്പം ശ്രദ്ധിക്കണം, നമ്മളിതിൻ്റെ നടുക്കായിട്ട് വെക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ 4 സൈഡും വെള്ളം വയ്ക്കുന്നു, വെള്ളം തൊടുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഈ അറ്റം നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. എന്നിട്ട് ഇവിടെ നമ്മളത് ഈ സൈഡെല്ലാം കൂടെ നമ്മൾ ജോയിൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഈ 2 അറ്റം, അതായത് ഈ 2 അറ്റം നമ്മൾ ഇങ്ങനെ അങ്ങ് യോജിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഇരിക്കും. ഏത് ഷേപ്പിൽ വേണേലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ 3 ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കി, 3 മൈദ കൊണ്ട് ഉണ്ടാക്കി. ബാക്കി ഇനി ഞാൻ ഉണ്ടാക്കുന്നത് മുഴുവൻ ഗോതമ്പ് പൊടി കൊണ്ടാണ്. കാരണം ഗോതമ്പ് പൊടിയാണ് നമ്മുടെ ആരോഗ്യത്തിന് കൂടുതൽ നല്ലത്. ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചു, വെള്ളം തിളച്ചു. അപ്പോൾ നമുക്കിനി മോമോസ് സ്റ്റീം ചെയ്തെടുക്കാം. ഇത് ഓൾറെഡി സ്വല്പം എണ്ണ വെച്ച് ഗ്രീസ് ചെയ്തതാണ്. അല്ലെങ്കിൽ നമുക്ക് മോമോസ് എടുക്കുമ്പോൾ അതിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഇനി നമുക്കൊരു 25 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. കാരണം ഇത് ചിക്കൻ നമ്മൾ റോ ചിക്കൻ അല്ലേ ഉപയോഗിച്ചത്. അതുകൊണ്ട് അത് കുക്ക് ചെയ്യാനായിട്ട് ഒരു 20 to 25 മിനിറ്റ്സ് എടുക്കും. അതേസമയം നമ്മൾ വെജ് മോമോസ് ഉണ്ടാക്കുവാണെങ്കിൽ അത് വെറും 10 മിനിറ്റ്സേ എടുക്കത്തുള്ളൂ. ഇനി നമുക്ക് മോമോസ് ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനൊരു 2 വലിയ കപ്പ് വെള്ളം വെച്ചു. അതിപ്പോൾ തിളച്ചു. അതിലേക്ക് ഞാൻ 2, 3, 4, 5, 6, 7, 8 റെഡ് ചില്ലി ഇട്ടു. അതിനുശേഷം ഇതിലേക്ക് ഒരു 2, 3, 5 തക്കാളി ഇടുന്നു. എൻ്റെ ഈ തക്കാളി ചെറുതായതുകൊണ്ടാണ് ഞാൻ 5 ഇട്ടത്. വലിയ തക്കാളിയാണെങ്കിൽ ഒരു 3 തക്കാളി ഇട്ടാൽ മതി. അപ്പോൾ ആ തക്കാളി പകുതിയായിട്ട് സ്ലിറ്റ് ചെയ്തിട്ട് പകുതിയായിട്ട് ഇട്ടാൽ മതി. കാരണം അതിൻ്റെ ഈ തക്കാളിയുടെ തൊലി എടുത്ത് കളയണം. ഇനി ഇതൊരു 10 മിനിറ്റ്സ് ബോയിൽ ചെയ്യട്ടെ. 10 മിനിറ്റായി. ഗ്യാസ് ഓഫ് ചെയ്യുന്നു. ഈ മുളകും തക്കാളിയെല്ലാം ഈ പാത്രത്തിലേക്ക് എടുക്കുന്നു. ഈ തക്കാളിയുടെ ഓൾറെഡി നിങ്ങൾക്ക് കാണാം തൊലി പോയിരിക്കുന്നു. ഇച്ചിരി കൂടെ തണുക്കുമ്പോഴത്തേനും ഇതിൻ്റെ തൊലി ഞാൻ കളഞ്ഞിട്ട് ഇത് മിക്സിയിൽ അരച്ചെടുക്കും. 25 മിനിറ്റായി. മോമോസ് ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മോമോസ് ചട്നി സീസൺ ചെയ്യാം. ഇത് 1 ടേബിൾ സ്പൂൺ ഓയിൽ. എണ്ണ ചൂടായി. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതിടുന്നു. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഒരു 10 സെക്കൻഡ്. അത് കഴിഞ്ഞ് നമ്മൾ ഇഞ്ചി ഇടുന്നു. ഇഞ്ചി നമ്മൾ 1 ടേബിൾ സ്പൂൺ. ശരിക്കും ഫ്രൈ ആയേണ്ട ആവശ്യമില്ല, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. സിമ്മിൽ വെച്ചു. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കുന്നു. ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച തക്കാളിയും റെഡ് ചില്ലി പേസ്റ്റ് കൂടെ ഇടുന്നു. ഇതൊരു 3 to 5 മിനിറ്റ്സ് നമുക്ക് മിക്സ് ചെയ്യണം. ഇതിൻ്റെ എണ്ണ സൈഡിൽ നിന്ന് തെളിഞ്ഞു വരുന്നതിനും വരെ നമുക്കതൊന്ന് മൂടി വയ്ക്കാം. എണ്ണ തെളിഞ്ഞ് തുടങ്ങി. നമുക്കിതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാര ഇനി ഒന്ന് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ് നമുക്ക് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
നമ്മളെവിടെ സോയാ സോസ് ഉപയോഗിച്ചാലും അവിടെ എല്ലാം നമുക്ക് ഉപ്പ് കുറച്ചിടാം. കാരണം സോയാ സോസിൻ്റെ അകത്ത് ഒത്തിരി സോഡിയം ഉണ്ട്. ഉപ്പ് ആവശ്യത്തിനുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ഒഴിക്കുന്നു. ഗ്യാസ് ഓഫ് ചെയ്യുന്നു. നമ്മുടെ മോമോസ് ചട്നി ഈസ് റെഡി. അപ്പോൾ നമ്മുടെ ചിക്കൻ മോമോസ് ഈസ് റെഡി. താമസിയാതെ ഒരു ദിവസം ഞാൻ വെജ് മോമോസും ഇടുന്നതായിരിക്കും. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.